ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ സേഫ് ഫുഡ് എന്ന് പറയുന്ന 10ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? എന്തിനാണ്? ഫോർ ഹെൽത്തി ഗ്രോത്ത്, ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക്. ഫോർ എനർജി ടു വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫ്രം ദ സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് ടു ഇറ്റ്സ് കൺസപ്ഷൻ ടു ഗെറ്റ് സേഫ് ഫുഡ്? അതായത് സുരക്ഷിതമായ ഭക്ഷണം ലഭിക്കാൻ ഭക്ഷ്യവസ്തുക്കളുടെ സെലക്ഷൻ മുതൽ അത് നമ്മൾ കഴിക്കുന്നത് വരെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഒന്നാമത്തത് സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ്. 2, ക്ലീനിങ് ആൻഡ് കട്ടിംഗ് ഫോർ കുക്കിംഗ്, പാചകത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മളത് വൃത്തിയാക്കുകയും മുറിക്കുകയും ചെയ്യൽ. പിന്നെ മൂന്നാമത്തത് കെയർഫുൾ കുക്കിംഗ്, ശ്രദ്ധാപൂർവമായിട്ട് നമ്മൾ കുക്ക് ചെയ്യുക, പാചകം ചെയ്യുക. സ്റ്റോറേജ് ഓഫ് കുക്ക്ഡ് ഐറ്റംസ്, പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. സേഫ് സെർവിങ്, സുരക്ഷിതമായിട്ട് വിളമ്പുക. കൺസംപ്ഷൻ ഓഫ് ഫുഡ്, ഭക്ഷണം കഴിക്കുക. അപ്പൊ ഇത്രയാണ് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ പ്രിക്കോഷണറി മെഷേഴ്സ് ടു ബി ടേക്കൺ വൈൽ സെലക്ടിങ് ഫിഷ് ഫോർ കുക്കിംഗ്? പാകം ചെയ്യാനായിട്ട് നമ്മൾ ഫിഷ് സെലക്ട് ചെയ്യില്ലേ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ബോക്സ് ആണ്, നോക്കിയോളൂ. ടു ചൂസ്, നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ ദ ഫിംഗർ പ്രസ്ഡ് ഓവർ ദ ഫിഷ് ഈസ് റിലീസ്ഡ്, ദ ഡിപ്രസ്ഡ് പാർട്ട് ഓൺ ദ ഫ്ലഷ് റീസ്റ്റോഴ്സ് ഇറ്റ്സ് ഷേപ്പ്. അതായത് നമ്മൾ നമ്മുടെ വിരൽ കൊണ്ട് പ്രസ് ചെയ്യുകയാണ്, ആ ഫിഷിൻ്റെ പുറത്തിങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ, പ്രസ് ചെയ്തു എന്നിട്ട് നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദ ഡിപ്രസ്ഡ് പാർട്ട് ഓഫ് ദി ഫ്ലഷ്, ആ ഫ്ലഷ് അതായത് ആ മീനിൻ്റെ മാംസത്തിൽ നിന്ന് നമ്മൾ പ്രസ് ചെയ്ത ആ പാർട്ട് റീസ്റ്റോഴ്സ് ഇറ്റ്സ് ഷേപ്പ്, അതിൻ്റെ ആ ഷേപ്പ് അല്ലെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലാവുന്നു അല്ലേ? അതായത് നമ്മൾ മീനിൻ്റെ ഫ്ലഷിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ കൈയെടുക്കുമ്പോൾ അത് വീണ്ടും പഴയ പോലെ ആകും. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യണം, നല്ല മീനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി ഔട്ടർ സ്കിൻ, അതായത് ഔട്ടർ സ്കിൻ അല്ലെങ്കിൽ ആ മീനിൻ്റെ പുറത്തൊലി എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി വെറ്റ്, ചെറിയ തോതിൽ ഈർപ്പമുള്ളതും ആൻഡ് ഷൈനി, വളരെ തിളക്കമുള്ളതുമായിരിക്കണം. അടുത്ത മൂന്നാമത്തെ ഷൈനി ആൻഡ് പിങ്കിഷ് ഗിൽസ്. ഗിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെകിളപ്പൂക്കൾ, മീനിൻ്റെ ചെകിളയുണ്ടല്ലോ, ആ ചെകിളപ്പൂക്കൾ എങ്ങനെയായിരിക്കണം? ഷൈനി ആൻഡ് പിങ്കിഷ്, നല്ല ഷൈനി, തിളങ്ങുന്നതും പിന്നെ പിങ്ക് കളറും ആയിരിക്കണം. അടുത്തത് ഇൻടാക്ട് ഐസ് വിത്ത് നോർമൽ കളർ, കണ്ണുകൾ പ്രോപ്പർ പ്ലേസിലായിരിക്കണം, യഥാസ്ഥാനത്തുള്ളതും പിന്നെ നോർമൽ കളറും ആയിരിക്കണം, കണ്ണിന് നോർമൽ ആയിട്ടുള്ള കളർ ആയിരിക്കണം. അല്ലെങ്കിൽ ഐസ് ആർ ഇൻ പ്രോപ്പർ പ്ലേസ് വിത്ത് നോർമൽ കളർ എന്ന് എഴുതിയാലും മതി കേട്ടോ. അടുത്തത് നോ ഫൗൾ സ്മെൽ, ദുർഗന്ധമില്ലാത്തതായിരിക്കണം, ഭയങ്കര വല്ലാത്ത സ്മെല്ലുള്ളതൊന്നും ആയിരിക്കരുത്. ഇത്രയാണ് നമ്മൾ മീനിനെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ടു അവോയ്ഡ്, ഏതൊക്കെ മീനുകളെയാണ് നമ്മൾ അല്ലെങ്കിൽ ഏതൊക്കെ മത്സ്യങ്ങൾ, ഏതൊക്കെ ഫിഷിനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത്? ദ ഡിപ്രഷൻ ഓൺ ദ ഫിഷ് കോസ്ഡ് ബൈ പ്രസ്സിങ് ഇറ്റ് വിത്ത് എ ഫിംഗർ റിമൈൻസ്, അതായത് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തില്ലേ, അപ്പോൾ ആ കുഴിഞ്ഞു പോകുന്ന ആ ഭാഗം പൂർവ്വസ്ഥിതിയിലാകാത്തത്, അത് ഇങ്ങനെ കുഴിഞ്ഞു പോയിട്ട് അതിങ്ങനെ പൊങ്ങി പൂർവ്വസ്ഥിതി പ്രാപിക്കും. പക്ഷെ അങ്ങനെ ആകാത്ത മീനുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങാൻ പാടില്ല, അവോയ്ഡ് ചെയ്യണം. അടുത്തത് ഫ്ലഷ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ബോൺ, അതായത് അസ്ഥിയിൽ നിന്ന് മാംസം വിട്ടു പോരുന്നത്, അങ്ങനെ ഫ്ലഷ് ഉള്ള മീനൊന്നും നമ്മൾ വാങ്ങാൻ പാടില്ല. അടുത്തത് സ്ലൈറ്റ്ലി ഗ്രീനിഷ് ഓർ ആഷ് കളേർഡ് ഗിൽസ്. സ്ലൈറ്റ്ലി ഗ്രീനിഷ് അതായത് ചെറിയ പച്ച നിറമോ അല്ലെങ്കിൽ ആഷ് കളേർഡ് ചാര നിറത്തിലുള്ളതുമായ ചെകിളപ്പൂക്കളുണ്ടെങ്കിൽ ആ ടൈപ്പിലുള്ള ഫിഷ് നമ്മൾ വാങ്ങരുത്. ദെൻ സങ്കൺ ഐസ് എന്ന് വെച്ചാൽ കുഴിഞ്ഞ കണ്ണുള്ള ഫിഷ് ഉണ്ടെങ്കിൽ അത് വാങ്ങരുത്. ദെൻ ഫൗൾ സ്മെൽ, ദുർഗന്ധമുള്ളത് നമ്മൾ വാങ്ങാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് വാട്ട് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രം ഷോപ്പിൽ നിന്ന് മിൽക്കിൻ്റെ പ്രോഡക്ട്സോ പാലുൽപ്പന്നങ്ങളോ ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളതിന് നമ്മൾ ടിക്ക് മാർക്കും തെറ്റായിട്ടുള്ളതിന് നമ്മൾ ക്രോസ് മാർക്കും കൊടുക്കണം. നോക്കിയുള്ളൂ. ഒന്നാമത്തത് മിൽക്ക് പാക്കറ്റ്സ് വിത്ത് എ ലോഗോ, ലോഗോ ഉള്ള പാലിൻ്റെ പാക്കറ്റ് എന്താണ്? അത് ടിക്ക് കൊടുക്കണം, അങ്ങനെയുള്ളതേ നമ്മൾ വാങ്ങാവൂ അല്ലേ, കവറിൽ ലോഗോ ഉള്ള പാലേ വാങ്ങാവൂ. അടുത്തത് ഡിസ്കളേർഡ് മിൽക്ക്, മിൽക്കിന് കളർ മാറ്റമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും നിറം മാറ്റമുള്ള പാല് ആണെങ്കിൽ അത് നമ്മൾ വാങ്ങാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ക്രോസ് കൊടുക്കണം. കളർ ചേഞ്ച് ഉള്ള പാലാണെങ്കിൽ നമ്മൾ വാങ്ങരുത് അല്ലേ, ക്രോസ് കൊടുക്കുക. അടുത്തത് അൺപാക്ഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, പാലിൻ്റെ പ്രോഡക്ട്സും അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളും പാക്ക് ചെയ്യാത്തത്, അൺപാക്ഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ളത് നമ്മൾ വാങ്ങാൻ പാടില്ല, ക്രോസ് കൊടുക്കുക. അടുത്തത് ഡേറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ്
എക്സ്പയറി പ്രിൻറ്റഡ് ഓൺ ദ പാക്കറ്റ്. പാക്കറ്റിൽ എന്നാണോ അത് പാക്ക് ചെയ്ത ഡേറ്റും പിന്നെ അതിൻ്റെ കാലാവധിയും എക്സ്പയറിയും ഡേറ്റും അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള പാല് നമ്മൾ വാങ്ങണം അല്ലേ. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. അടുത്തത് ക്വാളിറ്റി ഓഫ് ദ സോഴ്സിൻ്റെ ക്വാളിറ്റി, സോഴ്സിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് ടിക്ക് കൊടുക്കണം. അത് നമുക്ക് എന്തായാലും വേണം. അങ്ങനെയുള്ളതേ വാങ്ങാവൂ. അടുത്തത് പാക്കറ്റ് ആൻഡ് സീൽഡ് ചീസ് ആൻഡ് പനീർ. ഈ ചീസ് പനീർ എന്നിവ പാക്ക് ചെയ്തതും സീൽ ചെയ്തതും മാത്രമേ വാങ്ങാവൂ. അവിടെ ടിക്ക് കൊടുക്കുക. അങ്ങനെയുള്ള ചീസും പനീറേ നമ്മൾ വാങ്ങാവൂ. അടുത്തത് ഡോണ്ട് യു ബൈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം ഷോപ്പിൽ നിന്ന് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ വാങ്ങാറുണ്ടല്ലോ. വാട്ട് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് ദം? കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടു ബി സെലക്ടഡ്, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ട പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ എങ്ങനത്തെ ആയിരിക്കണമെന്ന്. അൺഡാമേജ്ഡ് ഔട്ടർ സ്കിൻ അല്ലെങ്കിൽ പുറന്തോട് കേടില്ലാത്തതായിരിക്കണം. രണ്ടാമത്തത് ഫ്രഷ് ആൻഡ് വൈബ്രൻറ്റ്, നല്ല പുതിയതും പഴക്കമില്ലാത്തത്. വൈബ്രൻ്റ് എന്ന് വെച്ചാൽ നല്ല എനർജൈസ്ഡ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇവിടെ എനർജൈസ്ഡ് എന്ന് വെച്ചാൽ പഴക്കമില്ലാത്തത് എന്നുള്ളതാണ്. അടുത്തത് ഓർഗാനിക് ആയിട്ടുള്ളത്, ജൈവികമായിട്ട് ഉൽപ്പാദിപ്പിച്ചത്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം സെലക്ട് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ഏതൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഒന്ന്, ഡാമേജ്ഡ് സ്കിൻ, പുറന്തോട് കേടുള്ളത്, അത് നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത്തത് സൈൻസ് ഓഫ് ഡീകേ, അഴുകി തുടങ്ങിയത്, അത് നമ്മൾ ഒഴിവാക്കണം. അൺയൂഷ്വൽ ഓർ അൺപ്ലസൻറ്റ് സ്മെൽ, അൺയൂഷ്വലും അൺപ്ലസൻറ്റും ആയിട്ടുള്ള സ്മെല്ലുള്ളത് അല്ലെങ്കിൽ ദുർഗന്ധമുള്ളത്, അതൊക്കെ നമ്മൾ ഒഴിവാക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ ചൂസിങ് പാക്കറ്റ് ഫുഡ് ഐറ്റംസ്? പാക്കറ്റിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏതൊക്കെയാണ്? ഒന്ന്, നെയിം ഓഫ് ദ ഫുഡ് ഐറ്റം, ഭക്ഷ്യവസ്തുവിൻ്റെ പേരെന്താണ്. ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേരുവകളുടെ ലിസ്റ്റ് നോക്കണം, അല്ലെങ്കിൽ ചേരുവകളുടെ പട്ടിക നോക്കണം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ന്യൂട്രിയൻസ്, അതിൻ്റെ അകത്തുള്ള പോഷക ഘടകങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കണം. പിന്നെ കലോറിഫിക് വാല്യൂ, അതിൻ്റെ കലോറിക മൂല്യം എത്രയാണെന്ന് നോക്കണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സിമ്പൽ നോൺ വെജിറ്റേറിയൻ സിമ്പൽ, അങ്ങനെ അതുണ്ടാവും, അത് നോക്കണം. ദെൻ ക്വാണ്ടിറ്റി ആൻഡ് മെഷേഴ്സ്, ക്വാണ്ടിറ്റി ആൻഡ് വെയിറ്റ്, അതിൻ്റെ അളവ് തൂക്കം, അത് നോക്കണം. ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, ഡേറ്റ് ഓഫ് എക്സ്പയറി, അതിൻ്റെ നിർമ്മിച്ച കാലാവധിയും അത് കാലാവധി കഴിയുന്ന തീയതിയും നോക്കണം. പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ, എവിടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് നോക്കണം. അഡ്രസ് ഓഫ് പ്രൊഡ്യൂസറിൻ്റെ അഡ്രസ്സ് നോക്കണം. ആഡഡ് പ്രിസർവേറ്റീവ്സ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ചു അത് നോക്കണം. കളറിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്, അതിൻ്റെ അകത്ത് നിറം കൊടുക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ലൈസൻസ് നമ്പർ ആൻഡ് FSSAI ലോഗോ, FSSAI ലോഗോ ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോഗോ ഉണ്ട്, അതാണ് FSSAI. അപ്പോൾ ആ ലോഗോയും പിന്നെ അതിൻ്റെ ലൈസൻസ് നമ്പറും നോക്കണം. ദെൻ മെത്തേഡ് ഓഫ് യൂസ്, അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പാക്കറ്റ് ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വൈ ഈസ് റൊഡോമിൻ ബി ആഡഡ് ടു ജാഗറി? ജാഗറി എന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയിൽ റൊഡോമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ ചേർക്കും. എന്തിനാണ്? ടു കളർ ജാഗറി, ഈ ശർക്കരയ്ക്ക് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റൊഡോമിൻ ബി ചേർക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഹാംഫ് ഇൻ ആഡിങ് റൊഡോമിൻ ബി ടു ജാഗറി? ജാഗറിയിൽ ഈ റൊഡോമിൻ ബി ചേർക്കുന്നത് കൊണ്ടുള്ള ഹാംഫ് എന്താണെന്ന്, അതായത് ദോഷം എന്താണെന്ന്. ദ പ്രസൻസ് ഓഫ് ഈവൻ എ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് റൊഡോമിൻ ബി ഇൻ ദ ബോഡി ക്യാൻ കോസ് ഫാറ്റൽ ഡിസീസസ് ലൈക്ക് ക്യാൻസർ. ഈ ക്യാൻസർ പോലുള്ള ഫാറ്റൽ ഡിസീസ്, അതായത് മാരക രോഗങ്ങൾക്ക് കാരണമാകും. ഈ റൊഡോമിൻ ബി ഒരു ചെറിയ മൈന്യൂട്ട് എമൗണ്ട് നമ്മുടെ ബോഡിയിലെത്തിയാൽ അത് ക്യാൻസറിന് കാരണമാകും. അതുകൊണ്ട് റൊഡോമിൻ ബി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് ഈസ് അഡൾട്ടറേഷൻ? എന്താണ് മായം ചേർക്കൽ? അഡിഷൻ ഓഫ് സിമിലർ ചീപ്പ് ആൻഡ് പുവർ ക്വാളിറ്റി സബ്സ്റ്റൻസസ് ടു ഫുഡ് ഐറ്റംസ് ഈസ് കാൾഡ് അഡൾട്ടറേഷൻ. അതായത് ആഹാര വസ്തുക്കളിൽ അവയോട് സിമിലർ ആയിട്ടുള്ളതും സാദൃശ്യമുള്ളതും പിന്നെ വില കുറഞ്ഞതും പിന്നെ ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ കലർത്തുന്നതാണ് മായം അല്ലെങ്കിൽ അഡൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ. Selling of food items after the removal of its quality components and unauthorized addition of colors to food items to give the appearance of quality can also be branded as adulteration. അതായത് ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായിട്ട് നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ അല്ലെങ്കിൽ അഡൾട്ടറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഹൗ ക്യാൻ വി ഡിറ്റക്ട് അഡൾട്ടറേഷൻ ഇൻ ഹണി? നമ്മുടെ തേനുണ്ടല്ലോ, തേനിലുള്ള അഡൾട്ടറേഷൻ അല്ലെങ്കിൽ മായം ചേർക്കൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ഡിപ്പ് എ കോട്ടൺ വിക്ക് ഇൻ ഹണി ആൻഡ് ലൈറ്റ് ഇറ്റ്. ഒരു കോട്ടൺ തിരി ഉണ്ടല്ലോ, കോട്ടൺ വിക്ക് എന്ന് വെച്ചാൽ കോട്ടൺ തിരി, അത് തേനിൽ മുക്കുക.
മുക്കിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് അതിനെ ലൈറ്റ് ഇട്ട് അത് കത്തിക്കുക. ഇഫ് ഇറ്റ് ബേൺസ് വെൽ ഹണി ഈസ് നോട്ട് അഡൾട്ടേഡ്. അതായത് അത് നന്നായിട്ട് കത്തുവാണെങ്കിൽ അതിൽ മായം ചേർത്തിട്ടില്ല, ആ തേനിൽ അഡൾട്ടറേറ്റഡ് അല്ല, അതായത് അതിൽ മായം ചേർത്തിട്ടില്ല. ഇഫ് ദ ലൈറ്റഡ് വിക്ക് ബേൺസ് വിത്ത് എ ക്രാക്ലിംഗ് സൗണ്ട്, ഇപ്പോൾ ഒരു കത്തിക്കുമ്പോൾ അത് ഒരു ക്രാക്ലിംഗ് സൗണ്ടോട് കൂടി അല്ലേ, പൊട്ടലും ചീറ്റലോടും കൂടിയൊക്കെ കത്തുവാണെങ്കിൽ ദ ഹണി ഈസ് അഡൾട്ടറേറ്റഡ്. അങ്ങനെയാണെങ്കിൽ തേന് മായം ചേർത്തിട്ടുണ്ട്. This sound is due to the presence of water in the sugar or jaggery solution added to honey. ഈ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ലായനിയിലെ ജലാംശമാണ് ഇങ്ങനെ ഈ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നതിന് കാരണമെന്ന്. When pure honey is poured into water, it settles down. ഈ നല്ല ശുദ്ധമായിട്ടുള്ള തേൻ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അത് നേരെ താഴെ പോകും. ഇഫ് ദ ഹണി ഈസ് അഡൾട്ടറേറ്റഡ്, ഇനി ഈ ഹണി അഡൾട്ടറേറ്റഡ് ആണ് അല്ലെങ്കിൽ മായം ചേർന്നാണെങ്കിൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡിസോൾവ്സ് ഇൻ വാട്ടർ. അത് പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിൽ ലയിക്കും. ഇനി ഹൗ ക്യാൻ ഡിറ്റക്ട് അഡൾട്ടറേഷൻ ഇൻ ടർമറിക്? മഞ്ഞൾപ്പൊടിയിലുള്ള മായം നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന്. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ഇൻ ടു ഇറ്റ്. ഒരു ഗ്ലാസ് ടംബ്ലർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അകത്ത് വാട്ടർ എടുക്കുക, വെള്ളം എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പിഞ്ച് ടർമറിക് പൗഡർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക, വിതറുക. ദ കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം ഇഫ് ഇറ്റ് ഈസ് അഡൾട്ടറേറ്റഡ് വിത്ത് സിന്തറ്റിക് ഡൈ. ഈ സിന്തറ്റിക് ഡൈ അല്ലെങ്കിൽ കൃത്രിമ നിറം ചേർത്തത് മായമുള്ളതാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കളർ വിൽ സ്പ്രെഡ് ടു ദ ബോട്ടം. ഇതിൻ്റെ കളർ ഉണ്ടല്ലോ, ആ ബോട്ടം താഴെ ഭാഗം വരെ ഇങ്ങനെ വെള്ളമല്ല, ആ കളർ ഇങ്ങനെ വ്യാപിക്കും. ഇഫ് നോട്ട് അഡൾട്ടറേറ്റഡ്, ഇത് മായം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടർമറിക് പൗഡർ വിൽ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം വിത്തൗട്ട് ദ കളർ സ്പ്രെഡിങ് ഒന്നുമില്ലാതെ ഈ മഞ്ഞൾപ്പൊടി അതിൻ്റെ ബോട്ടത്തിൽ, ആ ഗ്ലാസ്സിലെ ബോട്ടത്തിൽ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെ ചെന്ന് കിടക്കും കേട്ടോ. അടുത്തത് ഹൗ ക്യാൻ ഡിറ്റക്ട് അഡൾട്ടറേഷൻ ഇൻ കോക്കനട്ട് ഓയിൽ. നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയിലെ അഡൾട്ടറേഷൻ അല്ലെങ്കിൽ മായം ചേർക്കൽ എങ്ങനെ കണ്ടെത്താം? ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് ടംബ്ലർ വിത്ത് കോക്കനട്ട് ഓയിൽ. ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ പകുതി ഭാഗം കോക്കനട്ട് ഓയിൽ നിറയ്ക്കുക. കീപ്പ് ഇറ്റ് ഇൻ ദ ഫ്രീസർ ഫോർ 30 minutes ആൻഡ് ഒബ്സർവ് ഇറ്റ്. അതിനെ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുക, 30 മിനിറ്റ് ആ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് ഒബ്സർവ് ചെയ്യുക. ഇഫ് ദ കോക്കനട്ട് ഓയിൽ ഇസ് പ്യുവർ ഇറ്റ് വുഡ് ഹാവ് ഫ്രോസൺ കംപ്ലീറ്റ്ലി. ആ കോക്കനട്ട് ഓയിൽ പ്യുവർ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ചെയ്തിട്ടുണ്ടാവും, നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇഫ് എനി അതർ ഓയിൽ ഹാഡ് ബീൻ ആഡഡ് ടു കോക്കനട്ട് ഓയിൽ, വേറെ ഏതെങ്കിലും എണ്ണ ഈ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ അഡൾട്ടറന്റ് ഓയിൽ വിൽ ഫ്ലോട്ട് എബവ് ദ കോക്കനട്ട് ഓയിൽ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്. എങ്കിൽ എന്തെങ്കിലും എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഡ് ചെയ്ത എണ്ണ ഈ കോക്കനട്ട് ഓയിലിൻ്റെ മുകളിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ അങ്ങ് പൊങ്ങി നിൽക്കുമെന്ന്. അങ്ങനെ നമുക്ക് കോക്കനട്ട് ഓയിലുള്ള അഡൾട്ടറേഷൻ കണ്ടുപിടിക്കാം. ഇനി ഹൗ ക്യാൻ ഡിറ്റക്ട് അഡൾട്ടറേഷൻ ഇൻ അസാഫോറ്റിഡ. അസാഫോറ്റിഡ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കായം ഉണ്ടല്ലോ, കായം സാമ്പാറിലൊക്കെ ഇടുന്ന കായം, ആ കായത്തിലെ മായം ചേർക്കൽ അല്ലെങ്കിൽ അഡൾട്ടറേഷൻ എങ്ങനെ കണ്ടെത്താം? ടേക്ക് എ പീസ് ഓഫ് അസഫോറ്റിഡ ഇൻ സ്പൂൺ ആൻഡ് ബേൺ ഇറ്റ്. ഒരു പീസ് അസഫോറ്റിഡ എടുക്കുക, എന്നിട്ട് ഒരു സ്പൂണിൽ എടുക്കുക, എന്നിട്ട് അതിനെ ബേൺ ചെയ്യുക, കത്തിക്കുക. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബേൺ ലൈക്ക് എ കാംഫർ, ഒരു കാംഫർ അല്ലെങ്കിൽ ഒരു നമ്മുടെ കർപ്പൂരം ഉണ്ടല്ലോ, അത് കത്തുന്നത് പോലെ അത് നന്നായിട്ട് കത്തുന്നില്ലെങ്കിൽ ഇറ്റ് മേ ബി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് അഡൾട്ടറേറ്റഡ്. അത് നല്ലതായിട്ട് കത്തുന്നില്ലെങ്കിൽ എന്താണ്? മായം ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി റീസൺ ഫോർ റൈസ് സ്റ്റോർഡ് ഇൻ എ ജാർ നോട്ട് ഗെറ്റിംഗ് സ്പോയിൽഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് കുക്ക്ഡ് റൈസ് ഗെറ്റിംഗ് സ്പോയിൽഡ് ആഫ്റ്റർ എ ഡേ. അതായത് നമ്മൾ ഒരു പാത്രത്തിൽ അരി ദീർഘനാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും, എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോൾ കേടുവരും. ഇതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പോയിലേജ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ മെയിൻലി ഡ്യൂ ടു ദ ഡീകമ്പോസിഷൻ ആക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ സ്പോയിലേജ് അല്ലെങ്കിൽ കേടുവരുന്നത്. മൈക്രോ ഓർഗാനിസംസ് ബിക്കം ഇനാക്റ്റീവ് അറ്റ് വെരി ഹൈ ആൻഡ് വെരി ലോ ടെമ്പറേച്ചേഴ്സ്. വളരെ ഹൈ ടെമ്പറേച്ചറിലും വളരെ ലോ ടെമ്പറേച്ചറിലും നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസംസ് ഇനാക്റ്റീവ് ആയിരിക്കും, അതായത് ആക്റ്റീവ് ആയിരിക്കില്ല. മോറോവർ മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. മാത്രമല്ല മോയ്സ്ചർ ഇല്ലാതെ അല്ലെങ്കിൽ ഈർപ്പത്തിൻ്റെ അഭാവത്തിൽ ഈ മൈക്രോ ഓർഗാനിസംസ് എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കത്തില്ല. ദേ കനോട്ട് ആക്ട് ഓൺ ഫുഡ് ഐറ്റംസ് വിച്ച് ആർ പാക്ക്ഡ് എയർ ടൈറ്റ്. ഈ എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലും അവയ്ക്ക് ആക്ട് ചെയ്യാൻ കഴിയില്ല. ആർക്ക്? ഈ സൂക്ഷ്മജീവികൾക്ക് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അടുത്ത നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു ടേബിളാണ്. കുറച്ച് ഫുഡ് ഐറ്റംസ്, പിന്നെ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആണ് കേട്ടോ. പ്രിസർവേഷൻ, പിന്നെ റീസൺ ഫോർ നോൺ സ്പോയിലേജ്. അതായത് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് അവ എങ്ങനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാം, എന്തുകൊണ്ടത് ചീത്തയാകുന്നില്ല, അത് നശിച്ചു പോകുന്നില്ല, അതിൻ്റെ റീസൺ എന്താണോ അതും എഴുതണം. അങ്ങനെ 3 ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നിട്ടുള്ള ഫുഡ് ഐറ്റം
ചില്ലിയാണ്. ചില്ലി നമ്മുടെ മുളക് നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യാം, എങ്ങനെയാണ് മുളകിനെ നമുക്ക് ചീത്തയാകാതെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നത്? ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്, ഡ്രൈ ചെയ്ത് അല്ലേ, ഉണക്കി നമുക്ക് സൂക്ഷിക്കാം അല്ലേ, ഉണക്കി സൂക്ഷിക്കാം അല്ലേ. റീസൺ ഫോർ നോൺ സ്പോയിലേജ്, അത് ചീത്തയാകാതിരിക്കാനുള്ള റീസൺ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ആക്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ. മോയ്സ്ചറിന്റെ ആബ്സെൻസിൽ മൈക്രോ ഓർഗാനിസത്തിന് അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. മോയ്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ മൈക്രോ ഓർഗാനിസംസ് എന്താവുള്ളൂ? ആക്റ്റീവ് ആവുകയുള്ളൂ. ഇനി അടുത്തത് ചെറി എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടാണ് അല്ലേ. അത് നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യാം? ഇൻ ഷുഗർ സൊല്യൂഷൻ. ഈ ചെറിയെ നമുക്ക് ഷുഗർ സൊല്യൂഷനിൽ ഇട്ട് വെച്ചാൽ അത് ചീത്തയാവില്ല. എൻ്റെ റീസൺ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡെസ്ട്രോയിഡ്. ഈ ഷുഗർ സൊല്യൂഷനിൽ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ കഴിയില്ല, അവ എന്ത് ചെയ്യും? നശിച്ചു പോകും അല്ലേ. മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡെസ്ട്രോയിഡ്. അടുത്തത് ഗൂസ്ബെറി നമ്മുടെ നെല്ലിക്ക. അതെവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത് നെല്ലിക്ക? ഇൻ സോൾട്ട് സൊല്യൂഷനിൽ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഗൂസ്ബെറി പ്രിസർവ് ചെയ്യുന്നത്. അത് ചീത്തയാകാതിരിക്കാനുള്ള റീസൺ എന്താണ്? റീസൺ ഫോർ നോൺ സ്പോയിലേജ് എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡെസ്ട്രോയിഡ്. ഈ പിന്നെ സോൾട്ട് സൊല്യൂഷനിൽ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? വളരാൻ കഴിയില്ല. അടുത്തത് പൈനാപ്പിൾ നമുക്ക് ജാമായിട്ടും യൂസ് ചെയ്യാം, സോൾട്ട് സൊല്യൂഷനിലും ഇട്ട് സൂക്ഷിക്കാം അല്ലേ, പ്രിസർവ് ചെയ്യാം. ജാമായിട്ട് പ്രിസർവ് ചെയ്യുമ്പോൾ അതിൽ ഷുഗർ സൊല്യൂഷനാണ് വരുന്നത്. ഇനി സോൾട്ട് സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ സോൾട്ട് ആയിരിക്കും വരുന്നത്. എന്തുകൊണ്ട്? മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡെസ്ട്രോയിഡ് അല്ലേ. ഷുഗർ സൊല്യൂഷനിലാണെങ്കിലും സോൾട്ട് സൊല്യൂഷനിലാണെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ എന്താണ്, അതിൻ്റെ അകത്ത് ജീവിക്കാൻ കഴിയില്ല അല്ലേ. അടുത്തത് ചിപ്സ് എയർ ടൈറ്റ് കണ്ടെയ്നർ. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കുന്നു അല്ലേ. വായൊന്നും കടക്കാത്ത കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാം. എന്താണ് അതിൻ്റെ റീസൺ? മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ആക്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് മോയ്സ്ചറിൻ്റെ ആബ്സെൻസിൽ മൈക്രോ ഓർഗാനിസത്തിന് ആക്ട് ചെയ്യാൻ കഴിയില്ല. അതായത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അവിടെ മോയ്സ്ചർ ഒന്നും എത്തുന്നില്ല അല്ലേ. വായുവിലുള്ള മോയ്സ്ചറാണ് നമ്മൾ സാധാരണ രീതിയിൽ വരുന്നത്, പക്ഷേ വായു അകത്ത് കയറാത്ത വിധത്തിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ എത്തുന്നില്ല, മോയ്സ്ചർ കണ്ടന്റ് എത്തുന്നില്ല. അപ്പോൾ അത് ചീത്തയാകാതെ കൂടുതൽ കാലം ഇരിക്കുന്നു. ഇനി ഡ്രിങ്ക്സ്, നമ്മുടെ പാനീയങ്ങളുണ്ടല്ലോ, ശീതള പാനീയങ്ങളൊക്കെ, അത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അത് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുമ്പോൾ അത് ചീത്തയാകാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. വളരെ ലോ ടെമ്പറേച്ചറിൽ അല്ലെ, ഒരു വളരെ കുറഞ്ഞ താപനിലയിൽ മൈക്രോ ഓർഗാനിസത്തിന് ആക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി വെജിറ്റബിൾസ് നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നത്. മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. അത് തന്നെയാണ് അവിടത്തെയും റീസൺ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ പ്രിസർവേഷൻ മെത്തേഡ്സ്. കുറച്ച് ഫുഡ് ഐറ്റംസും അവയുടെ പ്രിസർവേഷൻ മെത്തേഡ്സും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്കിയോളൂ, ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. നമ്മൾ ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാ? റൈസ്, ചില്ലി, ചിക്പി. ഏതൊക്കെയാണ്? റൈസ്, ചില്ലി, ചിക്പി നമ്മുടെ ചെറുപയർ, പിന്നെ ചില്ലി, മുളക്, റൈസ്, അരി. ഇതൊക്കെ നമ്മൾ ഉണക്കി സൂക്ഷിക്കും. ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ് അല്ലേ, ഉണക്കി സൂക്ഷിക്കുന്നത്. അടുത്ത പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻ. നമ്മൾ ഉപ്പ് സൊല്യൂഷനിൽ അല്ലേ, ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെച്ച് സൂക്ഷിക്കുന്നത്. ഏതൊക്കെയാണ്? ഗൂസ്ബെറി, മാംഗോ, ലെമൺ. ഗൂസ്ബെറി നമ്മുടെ നെല്ലിക്ക, മാങ്ങ, പിന്നെ ലെമൺ നാരങ്ങ. ഇനി പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷനിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ചെറി, പൈനാപ്പിൾ, പപ്പായ. ചെറിയും പൈനാപ്പിൾ, പപ്പായ. പൈനാപ്പിൾ തന്നെ നമുക്ക് സോൾട്ട് സൊല്യൂഷനിലും എന്ത് ചെയ്യാം? പ്രിസർവ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പ്രിസർവ്ഡ് ഇൻ ലോ ടെമ്പറേച്ചർ. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? മിൽക്ക്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ മിൽക്കൊക്കെ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്. ഇനി പ്രിസർവ്ഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ. വായു കടക്കാതെ നമ്മൾ ടൈറ്റായിട്ട് അടച്ച് ഒരു കണ്ടെയ്നറാക്കി വെച്ച് സൂക്ഷിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ബിസ്ക്കറ്റ്, ചിപ്സ്, കാഷ്യൂനട്ട്. ഇതൊക്കെ എന്താണ്? എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോ ഓർഗാനിസംസ് കനോട്ട് സർവൈവ് ഇൻ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. വൈ ഇസ് ഇറ്റ് സോ? അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിന് ഷുഗർ സൊല്യൂഷനിലും സോൾട്ട് സൊല്യൂഷനിലും സർവൈവ് ചെയ്യാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? വാട്ടർ ഫ്രം ഫുഡ് ഐറ്റംസ് പ്രിസർവ്ഡ് ഇൻ സോൾട്ട് സൊല്യൂഷൻസ് മൂവ് ഇൻ ടു ദ സോൾട്ട് സൊല്യൂഷൻ. അതായത് നമ്മൾ ഏത് ഫുഡ് ഐറ്റമാണോ ഈ സോൾട്ട് സൊല്യൂഷനിൽ ഇടുന്നത്, ആ ഫുഡ് ഐറ്റത്തിൽ നിന്നുള്ള വാട്ടർ, അതിൻ്റെ അകത്തുള്ള ആ വാട്ടർ കണ്ടന്റ് ഈ സോൾട്ട് സൊല്യൂഷനിലോട്ട് വരുന്നു. Salt absorb water not only from the food items but also from the cells of the microorganisms present in them. അതായത് ഈ സോൾട്ട് എന്ത് ചെയ്യുന്നറിയാമോ?
വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുന്നു. എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? ഫ്രം ദ ഫുഡ് ഐറ്റംസ്. ആ ഫുഡ് ഐറ്റം ഏതാണോ, നമ്മൾ ആ സോൾട്ട് സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കുന്ന ഫുഡ് ഐറ്റം ഏതാണോ അതിൻ്റെ അകത്തുനിന്ന് എന്താണ് വാട്ടർ കണ്ടൻറ്റ് ഇങ്ങ് വലിച്ചെടുക്കുന്നു അല്ലേ, അബ്സോർബ് ചെയ്യുന്നു. ബട്ട് ആൾസോ, മാത്രമല്ല, ഫ്രം ദ സെൽസ് ഓഫ് ദി മൈക്രോ ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ ദം. ഈ ഫുഡ് ഐറ്റത്തിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നുള്ള വാട്ടർ കണ്ടൻറ്റും വലിച്ചെടുക്കുന്നു ഈ സോൾട്ട് സൊല്യൂഷൻ, അബ്സോർബ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? അത് നശിക്കുന്നു കേട്ടോ. മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് വെൻ ദെയർ സെൽസ് ലോസ് ദെയർ വാട്ടർ. അതായത് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിൽ നിന്നുള്ള വാട്ടറാണ് ഈ സോൾട്ട് സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെല്ലിലുള്ള വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെടുമ്പം എന്ത് ചെയ്യുന്നു? ഈ മൈക്രോ ഓർഗാനിസം നശിക്കുന്നു. ദ സെയിം തിങ് ഹാപ്പൻസ് വെൻ ഫുഡ് ഐറ്റംസ് ആർ പ്രിസർവ്ഡ് ഇൻ ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷനിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഇട്ട് വെച്ചിരുന്നാലും ഇതേ കാര്യമാണ് നടക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് പാസ്ചറൈസേഷൻ. എന്താണ് പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷൻ ഇസ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. മിൽക്കിൻ്റെ സ്പോയിലേജ് അല്ലെങ്കിൽ മിൽക്ക് കേടാവുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് മിൽക്ക് ടു 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 സെക്കൻഡ്സ്. എന്താണ് ഈ പാസ്ചറൈസേഷനിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാസ്ചറൈസേഷനിൽ ആദ്യം എന്ത് ചെയ്യണം? മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നു. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് സമയത്തേക്ക് ഹീറ്റ് ചെയ്യുന്നു. ആൻഡ് കൂൾ ഇറ്റ് ടു 10 ഡിഗ്രി സെൽഷ്യസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഇതിനെ കൂൾ ചെയ്യുന്നു, അത് ഈ മിൽക്കിനെ. ദിസ് സഡൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ലീഡ്സ് ടു ദ റപ്ചറിങ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദി മൈക്രോ ഓർഗാനിസം. ഇങ്ങനെ നമ്മൾ സഡൻ ആയിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ, അതായത് ആദ്യം 70 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു, പിന്നീട് അത് 10 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? ലീഡ്സ്, അത് ഏതിലോട്ട് നയിക്കുന്നു? റപ്ചറിങ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ഓഫ് ദി മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ മെംബ്രെയിൻ്റെ റപ്ചറിങ്, അതിൻ്റെ നശീകരണത്തിന് അല്ലേ, അത് നശിക്കുന്നതിന് കാരണമാകുന്നു. ആസ് എ റിസൾട്ട് ദേ ഗെറ്റ് ഡെസ്ട്രോയിഡ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? ഡെസ്ട്രോയ് ആവുന്നു അല്ലേ, അത് നശിക്കുന്നു. ദിസ് പ്രോസസ് വാസ് ഇൻവെൻറ്റഡ് ബൈ ദ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ലൂയിസ് പാസ്ചർ. ഈ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്ചർ ആണ്. ഹെൻസ് ദിസ് പ്രോസസ് ഈസ് നെയിംഡ് ആസ് പാസ്ചറൈസേഷൻ. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് പാസ്ചറൈസേഷൻ എന്നറിയപ്പെടുന്നത്. വൈൻ ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് ആർ ആൾസോ പ്രിസർവ്ഡ് ബൈ പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ മെത്തേഡിൽ നമ്മൾ മിൽക്ക് മാത്രമല്ല എന്താണ് നശിക്കാതെ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നത്, വൈനും ഫ്രൂട്ട് ജ്യൂസും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ എന്താണ് പ്രിസർവ് ചെയ്ത് വയ്ക്കാം പാസ്ചറൈസേഷൻ മെത്തേഡിലൂടെ. അപ്പോൾ ഈ പാസ്ചറൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പാസ്ചറൈസേഷനിൽ 70 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. എത്ര സമയത്തേക്ക്? 30 സെക്കൻഡ് സമയത്തേക്ക്. ശേഷം ഇത് എത്ര ഡിഗ്രി സെൽഷ്യസിലോട്ട് താഴ്ത്തുന്നു? 10 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് താഴ്ത്തുന്നത്. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദ ഫുഡ് ഐറ്റംസ് കെപ്റ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ ഡോണ്ട് ഗെറ്റ് സ്പോയിൽഡ്. നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന ഫുഡ് ഐറ്റം ചീത്തയാകാത്തത് എന്തുകൊണ്ടാണ്? ദ ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് ഇൻ റെഫ്രിജറേറ്റർ ടു പ്രിവെൻറ്റ് സ്പോയിലേജ്. നമ്മൾ ഫുഡ് ഐറ്റംസ് റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യണത് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ വയ്ക്കുന്നത് എന്തിനാണ്? അത് ചീത്തയാവാതിരിക്കാനാണ്. മൈക്രോ ഓർഗാനിസംസ് കനോട്ട് ബി ആക്റ്റീവ് അറ്റ് വെരി ലോ ടെമ്പറേച്ചർ. മൈക്രോ ഓർഗാനിസത്തിന് ലോ ടെമ്പറേച്ചറിലായിരിക്കുമ്പോൾ ആക്റ്റീവ് ആവാൻ കഴിയില്ല. ദാറ്റ് ഈസ് വൈ ഫുഡ് ഐറ്റംസ് ഡോണ്ട് ഗെറ്റ് സ്പോയിൽഡ്. അതുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് ചീത്തയാവാത്തത്. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് വിൽ ഹാപ്പൻ ടു ഫുഡ് ഐറ്റംസ് വെൻ ദേ ആർ ടേക്കൺ ഔട്ട് ഓഫ് ദി റെഫ്രിജറേറ്റർ. നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മൈക്രോ ഓർഗാനിസംസ് വിൽ സ്റ്റാർട്ട് ഫങ്ഷനിങ് ആൻഡ് ദ ഫുഡ് വിൽ ബി സ്പോയിൽഡ്. നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഫുഡ് ഐറ്റത്തിൻ്റെ തണുപ്പൊക്കെ പോയി അത് നോർമൽ ടെമ്പറേച്ചറിലോട്ട് വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ മൈക്രോ ഓർഗാനിസം അതിൻ്റെ വർക്ക് തുടങ്ങും അല്ലേ, സ്റ്റാർട്ട് ഫങ്ഷനിങ്. അവരുടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ദ ഫുഡ് വിൽ ബി സ്പോയിൽഡ്. അപ്പോൾ ഫുഡ് എന്ത് ചെയ്യുന്നു? ചീത്തയാവുന്നു. അതാണ് സംഭവിക്കുന്നത്. സേഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ലാസ്റ്റ് യൂണിറ്റിൻ്റെ ഫുൾ കംപ്ലീറ്റ് നോട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്